ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ ഒരു മത്സരം നടന്ന മണ്ഡലമായിരുന്നു ആലപ്പുഴ. ആലപ്പുഴയെ സംബന്ധിച്ച് വേണുഗോപാൽ എന്ന AICCയുടെ ഏറ്റവും കരുത്ത്, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഏറ്റവും ശ്രദ്ധേയമായ പദവി വഹിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വേണുഗോപാൽ മത്സരത്തിനെത്തി എന്നുള്ളതാണ് ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ആദ്യഘട്ടത്തിൽ ആരാകും ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ സംസ്ഥാനത്താകെ ഇടതുമുന്നണിക്ക് ലഭിച്ച ഒരേയൊരു സീറ്റ്, അതായത് AM ആരിഫ് വിജയിച്ച ആലപ്പുഴയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, ശോഭാ സുരേന്ദ്രൻ എന്ന BJPയിലെ ഏറ്റവും തീപ്പൊരി നേതാവ് അവിടെ ആലപ്പുഴയിൽ മത്സരത്തിനെത്തി എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആലപ്പുഴയുടെ വിധി എന്താകും എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റ് സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിലെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം നമ്മുടെ മറ്റ് പല ജില്ലകളെയും പോലെ തന്നെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴയിലുള്ളതെന്ന് നമുക്കറിയാമല്ലോ. അതിൽ ആലപ്പുഴ മണ്ഡലം മാത്രമാണ് ഏതാണ്ട് പിടിച്ച് നിന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമാകുന്നത്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം, ഇത്തവണത്തെ പോളിംഗ് ശതമാനം, അല്ലെങ്കിൽ എന്തൊന്നും പറയുന്നതിനപ്പുറത്തേക്ക് പുതിയ വോട്ടർമാർ എത്ര, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ എത്ര വോട്ടർമാർ വോട്ട് ചെയ്തു, ഈ വോട്ടാണല്ലോ ഓരോരുത്തരുടെ പെട്ടിയിലേക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 38,002 വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ മറ്റു പല മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആലപ്പുഴയിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. എന്തായാലും ഇങ്ങനെയൊക്കെ പോളിംഗ് നടന്ന ആലപ്പുഴയിൽ അത് ഇടതിനും വലതിനും സ്വാധീനമുള്ള, അതായത് LDFനും UDFനും സ്വാധീനമുള്ള മേഖലയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതായത് UDFൻ്റെ ശക്തമായ UDF MLAമാരുള്ള ഹരിപ്പാടും കരുനാഗപ്പള്ളി, അതായത് കഴിഞ്ഞ തവണത്തെ LDF തരംഗത്തിലും UDFനൊപ്പം നിന്ന ഹരിപ്പാടും ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിലും വോട്ട് കുറഞ്ഞിട്ട് പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. LDFന് ഏറ്റവും ഉയർന്ന ലീഡ് കഴിഞ്ഞ തവണ നേടിക്കൊടുത്ത ചേർത്തലയിലും ഒപ്പം തന്നെ ലീഡിൽ രണ്ടാമതെത്തിയ കായംകുളത്തും പോളിംഗ് ശതമാനം ഏതാണ്ട് 6% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ. അപ്പോൾ പോളിംഗ് ശതമാനവും കണക്കുമെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ആലപ്പുഴയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ത്? ആലപ്പുഴ CPM തന്നെ നിലനിർത്തുമോ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ ഒരു വിലയിരുത്തലനുസരിച്ച് AM ആരിഫിലേക്ക് മണ്ഡലം പോകും എന്നായിരുന്നു നമ്മൾ ആ സമയത്ത്, അത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ 3 സ്ഥാനാർത്ഥികളും വന്ന ശേഷമുള്ള ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞത്. പിന്നീട് ആലപ്പുഴയിൽ ഒരുപാട് രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആലപ്പുഴയിലെത്തിയ BJPക്ക് സാധാരണയായി വലിയ ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലമല്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ്. 2014 43,000 വോട്ടുണ്ടായിരുന്നു. പക്ഷേ 2019 KS രാധാകൃഷ്ണൻ എന്ന ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ മുൻ PSC ചെയർമാൻ, അദ്ദേഹം 1,87,729 വോട്ട്, 17% വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയത്. അങ്ങനെയാണ് ആലപ്പുഴ, ഒന്നുമല്ലാതിരുന്ന ആലപ്പുഴ BJPയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ധീവര സമുദായത്തിൽ അടക്കം വ്യക്തമായ സ്വാധീനം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത്. തൊട്ടിപ്പുറത്ത് SNDP വോട്ടുകളും വളരെ പ്രധാനപ്പെട്ടൊരു മണ്ഡലമാണ്. കായംകുളവും ഒപ്പം തന്നെ അരൂരുൾപ്പെടെയുള്ള മേഖലകളിൽ മുസ്ലിം വോട്ടുകൾ, കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ, ഇപ്പുറത്തെ വോട്ടുകൾ ആരിഫ് പിടിച്ചെടുത്തത്, മുസ്ലിം വോട്ടുകളിലടക്കം വ്യക്തമായ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി എടുത്തു പറയാൻ കഴിയുന്നത്. BJPയെക്കുറിച്ച് പറഞ്ഞു വന്നത്, BJPയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും വോട്ട് കൂട്ടുന്നയാൾ. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ്റെ ലാൻഡിങ്ങും കൃത്യമായി ഒരുപക്ഷെ ഏറ്റവും മുന്നേറാൻ സാധ്യതയുള്ള വേണുഗോപാലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരുന്നു. കരിമണൽ കർത്തയിൽ നിന്ന് പണം വാങ്ങിയെന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അഴിമതി ആരോപണങ്ങൾ പുറത്തുള്ളത്, കേരളത്തിന് പുറത്തുള്ള അഴിമതി ആരോപണങ്ങൾ പോലും ഉന്നയിക്കുന്നു. അതിൽ വേണുഗോപാൽ
വക്കീൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യം, അതൊക്കെയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയം. പിന്നീട് ദല്ലാൽ നന്ദകുമാർ കൃത്യമായി ശോഭാ സുരേന്ദ്രനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ശോഭാ സുരേന്ദ്രൻ്റെ തിരിച്ചുള്ള അറ്റാക്കിൽ ഇ.പി. ജയരാജനിലേക്ക് വരെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം എത്തുന്ന നിലയിലേക്ക് എത്തുന്നു. ഗോകുലം ഗോപാലനെ അറ്റാക്ക് ചെയ്യുന്നു. തൊട്ടിപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ സമ്പൂർണ്ണ പിന്തുണ ശോഭയ്ക്കുണ്ടാവും. എൻ്റെ പേര് പറഞ്ഞാൽ ശോഭയ്ക്ക് വോട്ട് ലഭിക്കും, ശോഭ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശോഭയ്ക്കുള്ള പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് ആലപ്പുഴയിലെ രാഷ്ട്രീയത്തിൽ പൊതുവെ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. എം ആരിഫ് ഒരു വശത്തുകൂടി അദ്ദേഹത്തിൻ്റെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കാര്യമായ വിവാദങ്ങളിലൊന്നും ഈ സ്പേസിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല എന്നും പറയേണ്ടി വരും. നമ്മൾ ഒറ്റ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 1,87,000 BJP വോട്ട് ശോഭാ സുരേന്ദ്രനല്ല BJP പിടിച്ചിരുന്നു. അത് പിടിച്ചാൽ ശോഭാ സുരേന്ദ്രൻ അതിന് മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത്. അതിനു മുന്നേക്ക് എവിടെ വരെ പോകും, പ്രത്യേകിച്ച് SNDPയുടെ ഒരു വലിയ പിന്തുണ, സംസ്ഥാനത്ത് BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം. കാരണം കേന്ദ്രത്തിൽ വീണ്ടും BJP അധികാരത്തിൽ വരും. അതുകൊണ്ട് ജയിപ്പിക്കുന്ന ആളുകൾ നല്ലതാണ്, അത് ഒരു MP യോ കേന്ദ്രമന്ത്രിയോ ഒക്കെ ആകും എന്നുള്ള പ്രതിച്ഛായ ഉണ്ടാക്കൽ, അങ്ങനെ ഒരു പോസിറ്റീവ് ആംഗിൾ സംസ്ഥാനത്ത് BJPക്ക് ആദ്യഘട്ടത്തിൽ അനുകൂലമായി നിന്നിരുന്നു. പിന്നെയും അത് അവർ പലയിടത്തും ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ശോഭയുടെ വോട്ട് സ്വാഭാവികമായും കൂടും. അങ്ങനെ ശോഭ ഒരുപാട് വോട്ട് പിടിച്ചാൽ അത് കോൺഗ്രസിൻ്റെ തോൽവിക്ക് കാരണമാകും. ഇതാണ് പൊതുവേ നമ്മുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ അടക്കമുള്ള പിന്തുണയോടെ ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുടെ പിന്തുണ പൂർണ്ണമായും ഈഴവ സമുദായത്തിലേക്ക് വോട്ട് കടന്നു കയറാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അവിടെ നേരിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന വോട്ടുകളിൽ വലിയൊരു വിഭാഗം കാര്യമായി തന്നെ അത് ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തിപരമായി നടത്തിയ പല അന്വേഷണത്തിലും അത്തരമൊരു വോട്ട് ചോർച്ച ഇടതുമുന്നണിക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. 2, ആരിഫിനോട് അവിടുത്തെ ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും മോശം സംഘടന പോര് CPMൽ തുടരുന്നത്. പല ഗ്രൂപ്പുകളായി നിൽക്കുന്നു. മുതിർന്ന നേതാക്കൾ G. സുധാകരനെ പോലെയുള്ളവരെ ഒതുക്കി ഒരു വശത്ത് നിൽക്കുന്നു. സജി ചെറിയാൻ നടത്തുന്ന നീക്കങ്ങൾ, അങ്ങനെ H. സലാം, അങ്ങനെ R. നാസർ ജില്ലാ സെക്രട്ടറി, അങ്ങനെ പല ഗ്രൂപ്പുകളായി നിന്നുകൊണ്ടുള്ള നീക്കങ്ങൾ, കായംകുളത്തടക്കമുള്ള പാർട്ടിയിലെ വിഭാഗീയത, അങ്ങനെ പല പ്രശ്നങ്ങളും നിൽക്കുന്നതുകൊണ്ട് തന്നെ ആരിഫിന് അനുകൂലമല്ല സാഹചര്യം മൊത്തത്തിൽ എടുത്തു പറയാനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ ആരിഫിന് അനുകൂലമായി നിന്ന മുസ്ലിം വോട്ടുകൾ സ്വാഭാവികമായിട്ട് ഈ 2 കാൻഡിഡേറ്റിനിടയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ആരിഫിലേക്ക് കുറച്ചൊക്കെ വോട്ടുകൾ, ആരിഫിൻ്റെ സ്വന്തം പഴയ നിയോജക മണ്ഡലമായ അരൂരിൽ നിന്ന്, കായംകുളത്ത് നിന്ന്, കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ വോട്ടുകൾ ഇത്തവണ SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പരസ്യ പിന്തുണ UDFന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ, മാത്രമല്ല KC വേണുഗോപാൽ എന്ന മികച്ച ഓപ്പറേറ്റർ, അതായത് തെരഞ്ഞെടുപ്പ് ഓപ്പറേഷനിൽ വളരെ മികവ് പുലർത്തുന്ന ആളാണ് KC വേണുഗോപാൽ. സാമുദായിക സംഘടനകളെ എങ്ങനെ പിടികൂടണം എന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിയും. ഇത്തരം ന്യൂനപക്ഷ വോട്ടുകളിൽ എങ്ങനെ കടന്നു കയറാൻ കഴിയുമെന്ന് അറിയാവുന്ന ആളാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വോട്ടുകളടക്കം KC വേണുഗോപാലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല പരമ്പരാഗതമായി പൊതുവെ ഡോക്ടർ KS ഒക്കെ മനോജ് മത്സരിച്ച സമയത്തൊഴികെ UDFനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നൊരു മണ്ഡലം തന്നെയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഫലം KC വേണുഗോപാലിന് അനുകൂലമാകും എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ UDF വോട്ടുകളിൽ മാത്രമേ ഏറ്റവും കൂടുതൽ ഇടത് വോട്ടുകളിലും അടക്കം വിള്ളൽ വീഴ്ത്തുന്നു എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട താരപദവിയിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വളരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും വളരുന്നു. ശോഭയ്ക്കെതിരെ ദല്ലാളിൻ്റെ അടക്കം ആരോപണങ്ങൾ, അത് ഏറ്റവും ഒടുവിൽ ശോഭയ്ക്ക് തന്നെ അനുഗ്രഹമായി വരുന്ന ശോഭ സംസ്ഥാനത്തെ പവർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇ.പി. ജയരാജനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ പല നീക്കങ്ങളും നടത്തിയെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുമുണ്ട്. എങ്കിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ശോഭയ്ക്ക് അനുകൂലമായൊരു വൈകാരിക തരംഗം അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ശോഭ കാര്യമായി വോട്ട് പിടിക്കും എന്നുള്ളതാണ്. ഇപ്പോഴും എടുത്തു പറയാൻ കഴിയുന്നത് കെ.സി. വേണുഗോപാൽ അവിടെ ഒന്നാമതെത്തും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വർഷം അവരേതാണ്ട് 4 ലക്ഷത്തിൽ പരം വോട്ടുകളാണ്, 4
35,000 വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ നേടിയത്. അന്ന് AM ആരിഫ് 10,000 വോട്ടിന് ജയിച്ചപ്പോൾ 4,45,000 വോട്ടാണ് ലഭിച്ചത്. BJPക്ക് 2 ലക്ഷത്തിന് തൊട്ട് താഴെ 1,87,000 വോട്ടാണ് ലഭിച്ചത്. അതായത് ശോഭാ സുരേന്ദ്രനെ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ പൊതുവിൽ ഒരു സോഷ്യൽ മീഡിയ കമൻറ്റുകളും പ്രചരണങ്ങളുമൊക്കെ നടക്കാറുണ്ട്. ശോഭയ്ക്ക് അനുകൂലമായി പലരും രംഗത്തെത്തിയിരുന്നു. അതായത് ശോഭ ഇപ്പോൾ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയതിനേക്കാട്ടിൽ ഒരു 2 ലക്ഷം വോട്ടെങ്കിലും അധികമായി പിടിച്ചാൽ മാത്രമേ, കുറഞ്ഞത് 1.5 ലക്ഷം വോട്ടെങ്കിലും അധികമായി പിടിച്ചാൽ മാത്രം, ത്രികോണ മത്സരം ടൈറ്റാണെങ്കിൽ മാത്രമേ ശോഭ ജയിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആലപ്പുഴ പോലെ CPMനൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യ ഒരു മണ്ഡലത്തിൽ ആ വോട്ടുകളിൽ കുറച്ച് ശോഭയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഇപ്പുറത്തുള്ള മൈനോറിറ്റി വോട്ടുകൾ, അത്തരം വോട്ടുകളുടെ ഒരു ഏകീകരണം KC വേണുഗോപാലിന് അനുസരിച്ച് KC വേണുഗോപാലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ KC സേഫായി ജയിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. ശോഭ അത്ര ഗംഭീര പെർഫോമൻസ് നടത്തിയെങ്കിൽ പോലും 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കാനാണ് സാധ്യത. ഒരു 2.5 ലക്ഷം വോട്ടിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് പൊതുവിൽ നോക്കി കാണുന്നത്. അതൊരു പക്ഷേ ഒരു 3 ലക്ഷത്തിലേക്കൊക്കെ എത്തി അതിന് മുകളിലേക്ക് പോയാൽ ശോഭ 2ാമതെത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ആലപ്പുഴയിലേക്ക് ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമായ സാഹചര്യമല്ല. പ്രത്യേകിച്ച് വലിയ സംഘടനാ ശക്തിയൊന്നും ആലപ്പുഴയിൽ BJPക്ക് ഉള്ളൊരു സ്ഥലം കൂടിയല്ല. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPMനും ഒക്കെയുള്ള പോക്കറ്റുകൾ അവിടെയൊക്കെ കയറി വോട്ട് പിടിച്ചാൽ മാത്രമേ ശോഭയ്ക്ക് വലിയൊരു സാധ്യത എന്തെങ്കിലും ഉള്ളൂ, 2ാമതെത്താനുള്ള സാധ്യത എങ്കിലും ഉള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു 2.5 ലക്ഷം വോട്ടെങ്കിലും പിടിച്ചാൽ അത് ശോഭയ്ക്ക് വലിയ നേട്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ അവസാനം ശോഭയ്ക്ക് വേണ്ടി നേരിട്ട് എത്തി പ്രചരണം നടത്തിയ ഒരു മണ്ഡലം കൂടിയാണ്. എന്തായാലും ആലപ്പുഴയുടെ വിധി അങ്ങനെയാകും. അതായത് KC വേണുഗോപാലിനൊപ്പമാകും, കുറഞ്ഞ ഒരു 50,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്ന കണക്കുകൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു മണ്ഡലത്തിലെ വിശകലനവുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി.